ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച നിരവധി ആക്രമണങ്ങൾ ഗാസയിലും ലെബനനിലും സിറിയയിലും മാത്രമല്ല യമനിൽ പോലും നടത്തിയ രാജ്യമാണ് ഇസ്രയേൽ. എന്നാൽ ഇതിൽ 1,00,000-ത്തോളം പേർ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്രയേൽ ആക്രമണത്തിന് ഇരയായ മറ്റ് രാജ്യങ്ങളിലും ആയിരങ്ങൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഗാസ പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കവുമായാണ് ഇസ്രയേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഒരു ശക്തിക്കും തങ്ങളുടെ സൈനിക നീക്കത്തെ തടയാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച ഇസ്രയേലിന്റെ സുപ്രധാന സൈനിക രഹസ്യങ്ങളാണ് ഇപ്പോൾ ചോർന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ പ്രഖ്യാപിത ശത്രുവായ ഇറാനാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാരക്കണ്ണുകളെ കബളിപ്പിച്ച് രഹസ്യരേഖകൾ ഓരോന്നായി ചോർത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ആണവ പദ്ധതികളുമായും മറ്റ് സൈനിക നീക്കങ്ങളുമായും സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. ഇസ്രയേലിന്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നതും. മുൻപ് ഇസ്രയേലി ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ റാഞ്ചിയതെന്നാണ് ഇറാൻ പറയുന്നതല്ല. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് സംഘർഷത്തിന്റെ വാക്കോളം എത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയതും എന്നതും പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇസ്രയേലിൽ നിന്നും കടത്തിയ രേഖകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പരിശോധിക്കുന്നതിന് ഗണ്യമായ സമയം എടുത്തിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 2018 തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുക്കുന്നതായി അവകാശപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. അമേരിക്കയുമായുള്ള ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭീഷണിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ റഷ്യ നിലപാട് കടുപ്പിച്ചതോടെ ഇത്തരമൊരു നീക്കത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏപ്രിലിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി ട്രംപ് ഇടപെട്ട് തടഞ്ഞിരുന്നു. ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പായിരുന്നു ട്രംപ് അന്ന് ഇസ്രയേലിന് നൽകിയിരുന്നത്. മാത്രമല്ല കടൽ മാർഗമുള്ള ലോക വ്യാപാരവും നിലയ്ക്കാൻ പോവുകയാണ്. ഇപ്പോഴും കടൽ മാർഗം ലോകത്തെ വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കയുടെയും വിലയിരുത്തൽ. ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ നിന്നും മുങ്ങിപ്പോകാതെ കഷ്ടിച്ചാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പോലും രക്ഷപ്പെട്ടിരുന്നത്. എന്തു തന്നെ സംഭവിച്ചാലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നത് തന്നെയാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാടുകളും. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് 100% വിരുദ്ധമാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇത്തരമൊരു നിലപാട് ഇറാൻ സ്വീകരിക്കാൻ തയ്യാറായത്. ആണവായുധം സ്വന്തമാക്കുന്നതിന്റെ അടുത്ത് നിൽക്കുന്ന ഇറാൻ ഏത് നിമിഷവും അത് സ്വന്തമാക്കുമെന്ന് തന്നെയായിരുന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇറാന് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ ഉപരോധങ്ങൾക്ക് പുറമെ ഇറാന്റെ ദേശീയ ടാങ്കർ കമ്പനിയുമായി ബന്ധമുള്ള കുറഞ്ഞത് 2 കമ്പനികൾ ഉൾപ്പെടെ 10 വ്യക്തികളെയും 27 സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചതും. എന്നാൽ ഇതൊന്നും തന്നെ ഇറാനെയോ അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെയോ ചെറുതായിട്ട് പോലും ബാധിച്ചിരുന്നില്ല. അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ഉത്തര കൊറിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്നും മാറ്റുമെന്നായിരുന്നു ഇറാൻ സൈനിക നേതൃത്വവും മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത്. ഇറാന്റെ ഈ വെല്ലുവിളി, മാരകമായ ആയുധങ്ങൾ അവർ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തതിന്റെ സൂചനയായാണ് രഹസ്യാന്വേഷണ ഏജൻസികളും വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ഹൂതികൾ അയച്ച നിരവധി മിസൈലുകൾ സമീപകാലത്ത് ഇസ്രയേലിൽ പതിച്ചിട്ടുള്ളതിനാൽ ഇസ്രയേലിനും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യമായ കാര്യവുമാണ്.